ഇത് കൊച്ചിന്റെ അമ്മ. അമ്മ ഞാൻ പറഞ്ഞു വന്നതപ്പ, നമ്മുടെ കുടുംബത്ത് ഇങ്ങനെ ഒരു ഇതിനുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുമ്പോ അതിന് മുൻപന്തിയിൽ കണ്ട ഒരാളാണ് ഞാൻ കേട്ടാ. ഞാൻ അമ്മാവനാണ് കേട്ടാ. ഞാൻ ഈ ചെറുക്കൻ്റെ അമ്മാവനാണ്, ചെറുക്കൻ്റെ അമ്മാവനാ. അപ്പൊ ഇവന് ഒരു ഗതിയും പരാഗതി ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അധ്വാനിക്കുന്ന ശീലത്തിൽ പെട്ട ഞാൻ ഒരു 3 വട്ടം മീൻ അങ്ങ് മേടിച്ചു കൊടുത്തു. എന്താണ് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ല. അപ്പൊ 3 വട്ടം മീനും കൊടുത്തേച്ച് ഇവനെ അങ്ങ് അയച്ചു വിട്ട, എന്തെങ്കിലും അധ്വാനിച്ച് അങ്ങ് കുടുംബത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തേര് എന്നും പറഞ്ഞു വെച്ച് കിട്ടേച്ചും. പിന്നെ ഇതുവരെ അവനൊരു ഗതികേട് ഉണ്ടായിട്ടില്ല കേട്ടാ. അമ്മാവാ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. നമുക്ക് വല്ലത് തിന്നാനാ കുടിക്കാനാ എടുക്കാം, സമാധാനം ഉണ്ടാവുമല്ല. ഇങ്ങോട്ട് വരുമ്പോ 3 ആള് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഞങ്ങൾക്ക് തടിച്ചു വരാൻ വഴി അറിയാൻ പാടില്ല അവേ, അതുകൊണ്ടാ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇറക്കന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഉടാനും എടുക്കാനും കൂടി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും ഇപ്പൊ പെണ്ണ് കാണാൻ പറയാന്ന് പറഞ്ഞപ്പോ ഒരു സാധനം എടുക്കാനും ഇല്ല ഇടാനും. ആ അമ്മാവൻ തന്തയ്ക്ക് വട്ടാണ്. ചെക്കൻ നല്ലതാണ്. ചെക്കന് പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കും കേട്ടാ. അമ്മ രക്ഷപ്പെടും. ആ പെണ്ണിനോട് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി എന്ന് നീ പറയണം. ഇല്ലെങ്കിൽ അവളെ അത്താവിത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ പാട്ടനാവൂ. സത്യേട്ടോ, മോളെ വിളിക്ക്. ആരെന്താണെന്ന് മണ്ടോതിരി എന്നാണ്. മണ്ടു എന്ന് വിളിച്ചപ്പോഴേ ഇവനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടനാണ്. ചായ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് വെച്ച അങ്ങോട്ട് വെച്ച ഇവിടെ വെച്ചേക്ക് മോളെ, ഇവിടെ വെച്ചേക്ക്. അങ്ങോട്ട് വെച്ച എടുത്ത് കഴിക്കും. എനിക്കിതൊന്നും തൊടാൻ പറ്റത്തില്ല കേട്ടാ. BJP ഒന്നും എനിക്ക് എന്റെ അയലത്ത് കൊണ്ടുവരാൻ പറ്റും. ഷുഗറാണ്, ഒന്നും തിന്നാൻ പറ്റില്ല. ഇത് നല്ല കപ്പാണല്ലേ. ഇത് ആരെങ്കിലും വരുമ്പോ ചായ കൊടുക്കാൻ പറ്റിയ കപ്പാണ്. കുറച്ച് ചായ വെച്ചാൽ മതി കേട്ടാ. അമ്മാവാ, അമ്മാവനൊന്നും മിണ്ടാണ്ടിരുന്നാ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാല്ല. ഞാനൊന്നും പറയാൻ നിൽക്കാൻ ചെക്കനും പൊണ്ണും എന്തെങ്കിലും വർത്താനം പറയട്ടെ. അവിടെ ഇരുന്നുള്ള യോഗ്യങ്ങളൊക്കെ മതി കേട്ടാ. അഭിപ്രായങ്ങളൊന്നും വേണ്ട. ചോദ്യം എന്താണ് പേര് പറഞ്ഞു കൊടുക്ക്. മലയാളെ തോറ്റെന്ന് പറയല്ലേ ഏട്ടാ. എവിടെയും തോറ്റെന്ന് പറയല്ലേ. 8ാം ക്ലാസ് ജയിച്ചെന്ന് പറഞ്ഞാ 8ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതാണ് 9ാം ക്ലാസ്സിൽ തോറ്റത്. അപ്പൊ ഇനി പറയേണ്ട കാര്യം ഓളിങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കട്ടെ. ചോദിക്കും. ചായ കുടിക്കാൻ പറ്റാനല്ല. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ശീതളം എന്നാണ് കേട്ടാ. നിങ്ങളെ പേരെന്താണ്? അവന്റെ പേരാ ചോദിക്കണേ, പറഞ്ഞോട്. എന്റെ പേര് പാരിജാതൻ. വ്യാരി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കണത്. ഞങ്ങൾ മണ്ടു എന്ന് വിളിക്കും. മണ്ടു നല്ല ചേർച്ചയാ. പിന്നെ അവളങ്ങാട് ഞാനൊക്കെ കാര്യത്തിലേക്ക് കിടക്കാം. കാര്യങ്ങള് നമ്മ കുടുംബമായിട്ട് കേട്ടാ സത്യശീലം കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇതുവരെ കൂട്ടുകുടുംബമായിട്ട് ഒരു അല്ലല്ലാതെ അങ്ങനെ കഴിയാണ്. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിന്റെ ആ രീതി, ആ ഒരു ക്രയവിക്രയം അങ്ങനെയാണ്. ഞങ്ങൾ ഇതുവരെ ഒന്നും ഒരു വക്കാണോത്തിനൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടാ. ഇതെന്റെ പെങ്ങടെ മോനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കൊരു കാര്യം നമുക്കിപ്പോ കൊടുക്കാനും വാങ്ങാനുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഞങ്ങൾക്കിപ്പ ഒരുപാടൊന്നും കൊടുക്കാനുണ്ടാകൂല. ഞാനത് മൊയ്തുവിനോട് പറഞ്ഞായിരുന്നല്ല. ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം എന്താണ്, നീ ഓണ്ടണ എന്താണ് പറയട്ടെ. കാര്യങ്ങൾ പറയട്ടെ. ഉറപ്പിക്കണേ ആയതിനു ശേഷമാണ് കാരണന്മാര് സംസാരിക്കാൻ എങ്ങനെയാണ് ഉള്ള കാര്യം പറയാൻ. അത് ഇതൊന്നും കണ്ടുവെച്ചു അല്ല ഇവിടെ വന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഗതികേട് അനുസരിച്ച് ഒരു ഇതനുസരിച്ച് കയറി വരാൻ പറ്റിയ വീടൊന്നും അല്ല ഇത്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇനിയിപ്പോ ഇവനെ കൊണ്ടുപോയി 2 കൊല്ലം കഴിഞ്ഞാൽ അത്രയും കൊണ്ടുപോയി 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഇവന്റെ മൂക്കി പല്ലു അടച്ച് പിന്നെ ഒരു പെണ്ണാല് വെച്ച് നടക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ ഇവിടെ വന്ന് കയറിയത്. ഇവന്റെ അമ്മ, അതായത് എന്റെ പെങ്ങള് 10-25 പവൻ കൊടുത്തേച്ചാണ് ഞാനന്ന് കല്യാണം കഴിച്ചു വിട്ടേട്ടാ എന്റെ പെങ്ങളാ. ഇതിപ്പോ ഇവന് ഇത്രയും പ്രായമായി. ഇവന്റെ ഒരു കല്യാണം വരുമ്പോ അതിന് തരക്കേടില്ലാത്ത എന്തെങ്കിലും കിട്ടണമല്ല. ആ കൊച്ചിന്റെ ദേഹത്തേക്ക് നാണക്കെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുത്തു വിടണം കേട്ടോ. അതെ, എനിക്കത് പറയാനുണ്ട്. ഞങ്ങൾക്ക് എന്താ ഉള്ളത് കൊച്ചിനുള്ളതാണ്. അതാണ് ഇവിടെ ആകെ ഒരു മോളേ ഉള്ളൂ. ആ മോക്ക് എന്തുള്ള അത് എനിക്കിപ്പോ അതിലൊന്നും വിരോധമില്ല. അവന്റെ അമ്മ അവിടെ ചെല്ലുമ്പോ കിടന്ന് തുള്ളുവെന്ന് അത് പറഞ്ഞ് മനസ്സിലായതേണ്ട.
ഇവൻ വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ മകനാണല്ലോ ഇവൻ. ഈ വീട് ഇവന്റെ ആണല്ല. ഇവനാണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പറ്റി കിടക്കണ മതിയാണ്. എന്റെ നിലപാട് ഇതാണ് കേട്ടാ. അത് ഞാൻ പറഞ്ഞെന്നുള്ളു. ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് മൊയ്തുവാനായിട്ട് ആലോചിച്ചിട്ടെ എന്താണെന്ന് അറിയിച്ചാ മതി. ഞാനങ്ങാണ്ട് വിട്ടേര്. ഒന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് അത് നേരാൻ പക്കം എങ്ങനെയാണെങ്കിൽ അത് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് അങ്ങ് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി കേട്ടാ. എന്നാ പോകാം. ഇനി വേറെ ഏതെങ്കിലും 1-2 വീടും കൂടി കയറി വെച്ച് കാര്യങ്ങളൊക്കെ നടത്തി വയസ്സ് ഇത്രയായില്ലേ എനിക്ക്. എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയാടാ. അവളുടെ കാര്യങ്ങൾ ആര് നോക്കും? ഈ കല്യാണം കഴിച്ച് കടം ഉണ്ടാക്കി നീ അങ്ങാട് പോകും. ഈ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. അയാൾ എന്ത് സാധനമാണ്? അതിനെന്താ ബാധളങ്ങി നിൽക്കണം? അതെ, ഞാൻ കാര്യങ്ങൾ മുഴുവൻ ചെക്കനോടാണ് സംസാരിച്ചിനി. അപ്പൊ ഓനാണ് പറഞ്ഞത് കുട്ടി നന്നായി മതി, വേറെ ഒന്നും നമ്മൾ നോക്കണില്ല. ഇതിപ്പോ ഇയാളിന്ന് രാവിലെ പെയ്തിറങ്ങിയതാ പേരല്ലേ ഈ അമ്മായി. ഇപ്പൊ എന്താണ് കാർന്നൂര് പറഞ്ഞിട്ടും പോയത്? എന്താണ് സ്വർണ്ണോ എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിക്കാം. അയാളിപ്പോ ഒരു 10-25 പവൻ സ്വർണം എന്നൊക്കെയാണ് പറയണത്. മാണ്ട 25 ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളൊരു 10 പവനെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. 10 പവനാ? ഞാൻ എവിടെ പോകാനാണ് ഈ 10 പവൻ ഉണ്ടാക്കാനായിട്ട്? നീ ഒരു കാര്യം ചെയ്യും, ആ ക്ഷേമനിധി ഓഫീസിലോട്ട് അങ്ങ് ചെല്ലി, എന്നിട്ട് ആ പേപ്പർ അങ്ങോട്ട് കൊടു. ധനസഹായം അവിടുന്ന് കിട്ടും. ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നുള്ളി പെറുക്കിയിട്ട് അങ്ങ് ചെയ്യാം. അതാണ് ഇത് ശരി. അതിപ്പോ എന്തായാലും കുട്ടിക്ക് ചെക്കനെ ഇഷ്ടമായിക്കണേ, ചെക്കന് കുട്ടീനെ ഇഷ്ടമായിക്കണല്ലേ. അപ്പൊ നീ കാര്യം നടന്നിട്ടുണ്ടോ? ബാക്കിയൊക്കെ പഠിച്ചോൻ സാധിച്ചിട്ട് നടക്കും. എന്തേ നമുക്ക് പുറത്തിറങ്ങിട്ട് വരും. ഇങ്ങോട്ട് വരാം. എന്താടി? എനിക്ക് ഈ കല്യാണം മതി. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആണാ? ഇത് തന്നെയാണ് മോളോട് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. ആണോ? കൂട്ടിയത് അവക്ക് കറുത്തത് വേണ്ട, അവക്ക് മീൻകാരനെ വേണ്ട, ഒറ്റ പെട വെച്ചതിനെ വേണ്ടത്. മനുഷ്യനെ ഓതി പിടിപ്പിക്കാനുണ്ടായ സാധനം. പിന്നില്ലേ അമ്മച്ചി? പിന്നില്ല. നമ്പർ മേടിച്ചാ? അതൊക്കെ അണ്ണന്റെ കയ്യിലുണ്ട്, മൊയ്തുവിന്റെ നമ്പറൊക്കെ. അതല്ല, കൊഞ്ചാതെ കാര്യം പറഞ്ഞിട്ടേ നീ. ആ ആളുടെ നമ്പർ മേടിച്ച അമ്മച്ചി. ആരിക്കടാ? ത്യാരിയേട്ടന്റെ. ഈ സാധനത്തിന് എന്ത് ചെയ്താ മതി? ഞാൻ നമ്പർ കിട്ടാഞ്ഞിട്ട് അവക്ക് ആദ്യം കല്യാണം നടത്തിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അവര് സ്വർണ്ണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കൊന്നും വേണ്ട എന്റെ മോള്. എഴുന്നേറ്റ് അടുക്കളയിൽ പോയിരിക്കടി കൊഞ്ചാണ്ട്. വേഷം കിട്ടും. ഈ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി ചാകും. ഇവളെന്റെ കയ്യിൽ ഇവളെന്റെ കയ്യിൽ ഇനി മേടിക്കുന്ന കെട്ടി തൂങ്ങി ചാകുന്ന ചാകടിയാ നീ ഇടാ. മനുഷ്യനെ എന്താ ചെയ്യണ്ടേന്നോർത്ത് ആദ്യം പിടിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് കല്യാണം മതി. മറിമായം